പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയിൽ നിന്ന് ടി.പി. സെൻകുമാറിനെയും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് എൻ. ശങ്കർ റെഡ്ഡിയെയും മാറ്റി. ഇരുവർക്കും പകരമായി ലോക്നാഥ് ബെഹ്റയും ജേക്കബ് തോമസും യഥാക്രമം DGPയും വിജിലൻസ് ഡയറക്ടറും ആകും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദില്ലിയിൽ നിന്ന് മടങ്ങിവന്ന ഉടനെയാണ് ഇരുവരെയും മാറ്റി നിയമിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിലെത്തി ദിവസങ്ങൾക്കകമാണ് സംസ്ഥാന പോലീസ് സേനയിലെ സുപ്രധാനമായ 2 തസ്തികയിൽ അഴിച്ചുപണി വന്നിരിക്കുന്നത്. ക്രമസമാധാന പാലനത്തിന്റെ ചുമതലയുള്ള DGP സ്ഥാനത്ത് നിന്ന് ടി.പി. സെൻകുമാറിനെയും വിജിലൻസ് തലപ്പത്ത് നിന്ന് എൻ. ശങ്കർ റെഡ്ഡിയെയും മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. സംസ്ഥാന പോലീസ് മേധാവിയായി ഫയർഫോഴ്സ് കമാൻഡന്റ് ജനറൽ ലോക്നാഥ് ബെഹ്റയെയും വിജിലൻസ് ഡയറക്ടർ സ്ഥാനത്തേക്ക് ജേക്കബ് തോമസിനെയും തീരുമാനിച്ചു. ടി.പി. സെൻകുമാറിനെയും ശങ്കർ റെഡ്ഡിയെയും നീക്കം ചെയ്തുകൊണ്ട് പുതിയ DGPമാരെ നിയമിക്കുന്ന ഫയലിലാണ് ദില്ലിയിൽ നിന്നും മടങ്ങി വന്ന പിണറായി വിജയൻ ആദ്യം ഒപ്പുവെച്ചത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരന്തരം വേട്ടയാടപ്പെട്ട 2 ഉദ്യോഗസ്ഥരാണ് പോലീസിന്റെയും വിജിലൻസിന്റെയും തലപ്പത്തേക്ക് എത്തുന്നതെന്നതും ശ്രദ്ധേയമാണ്. ക്രമസമാധാന രംഗത്ത് തകർച്ചയായിരുന്നു LDF കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ പ്രചരണായുധമാക്കിയത്. വിജിലൻസ് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇംഗിതത്തിന് വഴങ്ങി പ്രവർത്തിക്കുന്നു എന്ന ആരോപണവും ഇടതുമുന്നണി ഉയർത്തിയിരുന്നു. മന്ത്രിമാർ അടക്കമുള്ളവർ പ്രതികളായ കേസുകൾ തേച്ചുമായ്ച്ചു കളയുന്നതിനാണ് എൻ. ശങ്കർ റെഡ്ഡിയെ പോലെ ADGP റാങ്കിലുള്ള ഒരാളെ ഈ പദവിയിൽ നിയമിക്കുന്നതെന്ന് ആരോപണം ഉയർന്നിരുന്നു. DGP റാങ്കിൽ തന്നെയുള്ള ജേക്കബ് തോമസും ലോക്നാഥ് ബെഹ്റയും സത്യസന്ധരെന്നും കാര്യപ്രാപ്തിയുള്ളവരെന്നും പേരെടുത്തവരാണ്. ഒരേ ബാച്ചിൽപ്പെട്ട ഈ 2 ഉദ്യോഗസ്ഥർക്കും ഇനി 5 വർഷത്തിലധികം സർവീസുമുണ്ട്. എസ്. ജീവൻകുമാർ, തിരുവനന്തപുരം. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കും. പുതിയ അധ്യയന വർഷത്തിൽ കുട്ടികളെ വരവേൽക്കാനായി എല്ലാ സ്കൂളുകളിലും വിപുലമായ രീതിയിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. 2 മാസത്തെ അവധി ആലസ്യമൊക്കെ കഴിഞ്ഞു. പുതിയൊരു അധ്യയന വർഷത്തിന് തുടക്കമാകുന്നു. ഇനി സ്കൂളുകളിലേക്ക്. അക്ഷരസൂര്യൻ ഉദിച്ചു നമുക്കിന്ന് അറിവിൻ ഉത്സവഗാനം എന്നു തുടങ്ങുന്ന പ്രവേശന ഉത്സവഗാനത്തോടെയാണ് സംസ്ഥാന തലത്തിൽ കുരുന്നുകളെ ഇക്കുറി വരവേൽക്കുന്നത്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം നടക്കുന്ന തിരുവനന്തപുരത്തെ പട്ടം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനികൾ ഈ ഗാനത്തിന്റെ നൃത്തച്ചുവടുകളുടെ അവസാനവട്ട പരിശീലനത്തിലാണ്. സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവ ചടങ്ങ് ഗംഭീരമാക്കാനുള്ള പ്രവർത്തനം സ്കൂളിൽ തകൃതിയാകുന്നു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സ്കൂൾ പ്രവേശനോത്സവം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ വർഷത്തിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം പഞ്ചായത്ത് തലങ്ങളിലും സമുചിതമായി തന്നെ പ്രവേശനോത്സവം ഒരുക്കുന്നുണ്ട്. കളിയും ചിരിയും അറിവും നുകരാനായി ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് കുട്ടികളെത്തുന്നു. അവരെ വരവേൽക്കാൻ ഏറ്റവും നല്ലൊരു അന്തരീക്ഷം തന്നെയാണ് സർക്കാരും തീർത്തിരിക്കുന്നത്. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാനൂർ. ആദിവാസി വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനുള്ള സമഗ്രമായ പദ്ധതിയുമായാണ് വയനാട്ടിൽ മീനങ്ങാടി പഞ്ചായത്ത് ഇത്തവണ പ്രവേശനോത്സവത്തെ വരവേൽക്കുന്നത്. ട്രൈബൽ ഇൻഡിവിജ്വൽ മോട്ടിവേഷൻ ആൻഡ് എഡ്യൂക്കേഷൻ അഥവാ ടൈം എന്ന പദ്ധതി വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്കിന് പരിഹാരമാകുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ഒരുമയോടെ മികവിലേക്ക്. മീനങ്ങാടി പഞ്ചായത്തിന്റെ ദീർഘകാലാടിസ്ഥാനത്തുള്ള വികസന പ്രവർത്തനങ്ങളുടെ പേരാണിത്. ഇതിന്റെ ഭാഗമായാണ് ഞാനും ഞങ്ങളും സ്കൂളിലേക്ക് എന്ന പദ്ധതിയും. പഞ്ചായത്തിലെ 106 ആദിവാസി കോളനികളിൽ പ്രത്യേക സർവേ നടത്തി. ട്രൈബൽ പ്രൊമോട്ടർമാരുടെയും 31 മോട്ടിവേറ്റർമാരുടെയും സഹായത്തോടെ 140 കുട്ടികൾ പഠനം അവസാനിപ്പിച്ചതായി കണ്ടെത്തി. ഇവരെ സ്കൂളിലെത്തിക്കുകയാണ് മാതൃകാപരമായ കർമ്മപദ്ധതിയിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. സ്കൂളിലെത്തിക്കുക എന്നുള്ളതുകൊണ്ട് നമ്മൾ പരിപാടി അവസാനിപ്പിക്കുന്നില്ല. അവരുടെ മോട്ടിവേഷൻ ഇൻഡിവിജ്വലായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഈ മേഖലയിൽ തുടരാൻ ഒരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിലേക്കുള്ള പരിപാടിയാണ് ഞങ്ങൾ ചാർട്ട് ചെയ്തിട്ടുള്ളത്. കുട്ടികൾ പഠനമുപേക്ഷിക്കുവാനുള്ള കാരണങ്ങൾ ശാസ്ത്രീയമായി വിലയിരുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. തനതായ കഴിവുകളുടെ പ്രോത്സാഹനവും പ്രത്യേക ശ്രദ്ധയും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി തടയാനും വിദ്യാലയങ്ങളിലേക്ക് കുട്ടികളെ ആകർഷിക്കാനും പദ്ധതി സഹായിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, വയനാട്. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫൈനാൻസ് തട്ടിപ്പ് കേസ് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കും. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ വിജിലൻസിന് നൽകിയ 2ാം സമയപരിധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിലാണിത്. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ സമർപ്പിച്ച ഹർജിയിലാണ് പ്രത്യേക കോടതി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. 2003-2015 കാലയളവിൽ സ്വാശ്രയ സംഘങ്ങൾക്ക് കൊടുക്കാൻ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നെടുത്ത 15 കോടി രൂപയുടെ വിതരണത്തിൽ ക്രമക്കേട് നടന്നുവെന്ന ആരോപണം വിജിലൻസ് ഭാഗികമായി ശരിവച്ചിരുന്നു.
ദില്ലിയിൽ ആഫ്രിക്കൻ വംശജരുടെ പ്രതിഷേധ പ്രകടനം. ദില്ലിയിൽ വ്യാപകമായി ആഫ്രിക്കൻ വംശജർക്കെതിരെ അക്രമം നടക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പ്രകടനം. രാജ്യതലസ്ഥാനത്തിന് തന്നെ നാണക്കേടാവുകയാണ് ആഫ്രിക്കൻ വംശജർക്ക് നേരെയുള്ള ആക്രമണം. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള നിരവധി പേർ ദില്ലിയിൽ പഠന ആവശ്യങ്ങൾക്കും മറ്റുമായി താമസിക്കുന്നുണ്ട്. ഇവർക്ക് നേരെയാണ് വംശീയപരമായ അധിക്ഷേപവും അക്രമവും നടക്കുന്നത്. ഇക്കഴിഞ്ഞ 20-ാം തീയതി തെക്കൻ ദില്ലിയിലെ വസന്ത് കുഞ്ചിൽ ഗോംഗോ സ്വദേശിയെ വാക്കുതർക്കത്തിനിടെ അക്രമികൾ തല്ലിക്കൊന്നു. കൂടാതെ കഴിഞ്ഞ ദിവസവും ആഫ്രിക്കൻ പൗരന്മാർക്കെതിരെ ആക്രമണങ്ങളുണ്ടായി. So today we are celebrating our Heroes Day, our foreign hero, the people that fought war so that we Biafra may live. हम भारत में जब दूसरे कंट्री में जाकर रहते हैं, हम चाहते हैं कि हमें सम्मान मिले, इज्जत मिले, सुरक्षा मिले. तो क्या हम दूसरे कंट्री से जब लोग आते हैं क्या उन्हें हम सुरक्षा मुहैया नहीं करा सकते? അക്രമങ്ങളിൽ പ്രതിഷേധിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലെ അംബാസിഡർമാർ മോദി സർക്കാരിന്റെ 2ാം വാർഷികാഘോഷം ബഹിഷ്കരിച്ചിരുന്നു. ഭീതി കൂടാതെ ജീവിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടാണ് ദില്ലി ജന്തർ മന്ദിറിൽ ആഫ്രിക്കൻ വംശജർ ഒത്തുകൂടുന്നത്. പ്രതിഷേധവുമായി നിരവധി ആഫ്രിക്കൻ വംശജരാണ് ജന്തർ മന്ദിറിൽ ഒത്തുകൂടിയത്. ഇവരിൽ പലർക്കും വംശീയതയുടെ പേരിൽ അക്രമത്തിന് വിധേയരാകേണ്ടി വന്നിട്ടുണ്ട്. ജന്തർ മന്ദിറിൽ നിന്നും ക്യാമറമാൻ ശൈലേഷ് കല്ലായിക്കൊപ്പം സന്തോഷ് സാർലിംഗ്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി തലസ്ഥാനത്ത് വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാതല യോഗത്തിൽ തീരുമാനം. ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി എല്ലാ വാർഡുകൾക്കും 25,000 രൂപ വീതം നൽകാനും യോഗത്തിൽ തീരുമാനമായി. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനായി നടന്ന സംസ്ഥാനതല യോഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരുവനന്തപുരത്ത് ജില്ലാതല യോഗം ചേർന്നത്. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ യോഗം തീരുമാനമെടുത്തു. ഇവിടെ നിർദ്ദേശിച്ചിരിക്കുന്നതായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കും അനുബന്ധമായിട്ട് നിർദ്ദേശിച്ചിരിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾക്കുമുള്ള ഒരു സജീവമായിട്ടുള്ള ഇടപെടൽ നമുക്ക് നടത്താൻ സാധിക്കണം. മാലിന്യ നിർമ്മാർജ്ജനത്തിനും ജലജന്യ രോഗങ്ങൾ തടയാനുമായി അടിയന്തര നടപടികൾ കൈക്കൊള്ളാനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. ശുചീകരണ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാൻ തദ്ദേശ സ്ഥാപന തലത്തിൽ യോഗങ്ങൾ ചേരണം. ശുചീകരണത്തിനായി ഓരോ വാർഡിനും 25,000 രൂപ വീതം നൽകാനും യോഗത്തിൽ തീരുമാനിച്ചു. കളക്ടറേറ്റിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ ബിജു പ്രഭാകർ IAS, ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. എറണാകുളം ജില്ലയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പദ്ധതികൾക്ക് രൂപം നൽകി. മന്ത്രി EP ജയരാജന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് രൂപരേഖയായത്. പരിസ്ഥിതി ദിനമായ ജൂൺ 5-ന് ജനകീയ കമ്മിറ്റികളുടെയും പാർട്ടികളുടെയും വിദ്യാർത്ഥികളുടെയും നേതൃത്വത്തിൽ പരിസര ശുചീകരണം നടത്തും. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ വാർഡ് അടിസ്ഥാനത്തിൽ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശുചീകരണ പ്രവൃത്തികൾ നടത്തണമെന്ന് മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഇതിന് സാമ്പത്തിക സഹായങ്ങൾ ലഭ്യമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. 25,000 രൂപ ഒരു വാർഡിൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അനുവദിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ NHMൻ്റെയോ മറ്റോ ശുചിത്വ മിഷൻ്റെയോ മറ്റോ സഹായം നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ലെങ്കിൽ പഞ്ചായത്ത് 25,000 രൂപ അവരുടെ തനത് ഫണ്ടിൽ നിന്ന് അനുവദിച്ചു കൊടുക്കണം. മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്നത് ഗുരുതര തെറ്റായി കണക്കാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആശുപത്രികളിൽ ഡോക്ടർമാരുടെ നിതാന്ത ജാഗ്രത വേണമെന്നും അവശ്യമരുന്നുകൾ ലഭ്യമാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലാതല ദുരന്ത നിവാരണ അതോറിറ്റികൾ കാര്യക്ഷമമാകണമെന്നും മന്ത്രി EP ജയരാജൻ പറഞ്ഞു. കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ MLAമാർ, കോർപ്പറേഷൻ മേയർ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷന്മാർ, ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രവാസി മലയാളി ജോയ് വി ജോണിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ മകൻ ഷെറിന് അച്ഛനോടുള്ള അടങ്ങാത്ത പകയെന്ന് പോലീസ്. കൊലപാതകം ആസൂത്രിതമെന്നും പോലീസ്. പിതാവ് തന്നെ അവഗണിക്കുന്നതായി ഷെറിന് പരാതിയുണ്ടായിരുന്നു. ഷെറിന്റെ അറസ്റ്റ് നേരത്തെ രേഖപ്പെടുത്തിയ പോലീസ് ഷെറിനെ ചിങ്ങവനത്തും ചെങ്ങന്നൂരും എത്തിച്ച് തെളിവെടുത്തു. ചെങ്ങന്നൂരിൽ മകൻ പ്രവാസി മലയാളിയെ കൊലപ്പെടുത്തിയത് അടങ്ങാത്ത പക മൂലമാണെന്ന് പോലീസ് പറഞ്ഞു. മറ്റു മക്കളോട് കാണിക്കുന്ന വാത്സല്യം ചെറുപ്പം മുതലേ തന്നോട് കാണിച്ചിരുന്നില്ലെന്ന് പ്രതി പറഞ്ഞതായി ജില്ലാ പോലീസ് മേധാവി അശോക് കുമാർ പറഞ്ഞു. പിതാവിന്റെ തന്നെ തോക്കുപയോഗിച്ച് 4 തവണ നിറയൊഴിച്ചാണ് കൊലപാതകം നടത്തിയത്. പിന്നീട് മൃതദേഹവുമായി നഗരത്തിൽ കറങ്ങി. രാത്രി 10:30യോടെ തങ്ങളുടെ തന്നെ ഗോഡൌണിൽ കൊണ്ടുപോയി മൃതദേഹം നശിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ തീ ആളിപ്പടർന്നതോടെ മൃതദേഹം 6 കഷ്ണങ്ങളായി മുറിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ വിവിധ സ്ഥലങ്ങളിൽ ഒളിപ്പിച്ചു. സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റു ചില കുടുംബ പ്രശ്നങ്ങളും കൊലപാതകത്തിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 കുട്ടികളിൽ ഇയാളുടെ അച്ഛൻ കുട്ടിക്കാലം മുതലേ മോശമായി പെരുമാറുന്നു ഇയാൾക്ക് തോന്നുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്തെങ്കിലും ചെറിയ കുറ്റങ്ങൾക്ക് പോലും ശിക്ഷിക്കുമ്പോൾ ഇയാളെ വളരെ ക്രൂരമായി
അച്ഛൻ ശിക്ഷിക്കുമായിരുന്നു. അതേപോലെ ഇയാൾക്ക് പൈസ കൊടുക്കുന്നതിലും എല്ലാത്തിലും ഭയങ്കര ലുബ്ധാണ്. പിന്നെ പല കാരണങ്ങളാൽ അച്ഛനും മോനുമായിട്ട് വഴക്കുണ്ടാകാറുണ്ട്. അപ്പോഴൊക്കെ അയാൾ പറയുന്നുണ്ട്, നീ കൂടുതൽ ഇതാകണ്ട, നിനക്ക് ഞാൻ എൻ്റെ നയ പൈസ തരത്തില്ല, എൻ്റെ സ്വത്തിൽ നിന്ന് ഒരു പൈസ പോലും നിനക്ക് കിട്ടത്തില്ല, ഞാൻ ജീവനോടുണ്ടെങ്കിൽ ഞാൻ അനാഥാലയത്തിന് കൊടുത്താലും നിനക്ക് ഞാൻ 10 പൈസ തരില്ല എന്ന് പുള്ളി പറയാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് കാലങ്ങളായിട്ട് ഉടലെടുത്ത ഒരു വികാരത്തിൽ നിന്നും ആണ് അച്ഛനെ വകവരുത്തിയില്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല എന്ന ബോധം അങ്ങേർക്കുണ്ടായിരിക്കുന്നു. കഴിഞ്ഞ 25-ാം തീയതി വൈകിട്ടാണ് കൊലപാതകം നടന്നത്. 14-ാം തീയതിയാണ് അമേരിക്കൻ പൌരത്വമുള്ള ജോയിയും ഭാര്യയും നാട്ടിലെത്തിയത്. ഇരുവരെയും വിമാനത്താവളത്തിലെത്തി നാട്ടിലേക്ക് സ്വീകരിച്ചു കൊണ്ടുപോയത് ഷെറിനാണ്. കൊലപാതകത്തിനും തെളിവ് നശിപ്പിച്ചതിനുമെതിരെ പോലീസ് ഷെറിനെതിരെ കേസെടുത്തു. ഇന്ന് ഉച്ചയോടെ അറസ്റ്റ് ചെയ്ത ഷെറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. പിന്നീട് കൂടുതൽ തെളിവെടുപ്പുകൾക്കായി കസ്റ്റഡിയിൽ വാങ്ങും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. വയനാട്ടിൽ കാട്ടാനയെ വെടിവെച്ചു കൊന്നത് നാടൻ തോക്കുകൊണ്ടാണെന്ന നിഗമനം. ഈയത്തിൽ നിർമ്മിച്ച തിരയാണ് ആനയുടെ മസ്തിഷ്കത്തിൽ നിന്ന് ലഭിച്ചത്. തിര ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കഴിഞ്ഞ ദിവസമാണ് ബത്തേരി പുൽപ്പള്ളി റോഡിൽ കാട്ടാന വെടിയേറ്റ് ചരിഞ്ഞത്. തിങ്കളാഴ്ച പുലർച്ചെ 12-നും 2 മണിക്കും ഇടയിലാണ് സംഭവം നടന്നത്. ആനയുടെ ഇടതുകണ്ണിന് മുകളിൽ മുറിവേറ്റ പാടുണ്ട്. ഇന്നലെ തന്നെ ആനയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. നാടൻ തോക്കിന്റെ തിരയാണ് ആനയുടെ മസ്തിഷ്കത്തിൽ നിന്ന് ലഭിച്ചത്. വാഹനത്തിൽ നിന്ന് നിറയൊഴിച്ചതായാണ് നിഗമനം. വനംവകുപ്പിന്റെ ഇതു സംബന്ധിച്ച അന്വേഷണം തുടരുകയാണ്. ജനവാസ മേഖലയോട് ചേർന്നാണ് സംഭവം നടന്നത്. വേട്ടയാടലല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് കരുതുമ്പോഴും മറ്റൊരു ലക്ഷ്യമാണ് ഇതിന് പിന്നിലെന്നതാണ് വനംവകുപ്പിനെ കുഴപ്പിക്കുന്നത്. കൊലപ്പെടുത്തുക മാത്രമായിരുന്നു ലക്ഷ്യമെന്നും വനംവകുപ്പ് കരുതുന്നു. വാഹനത്തിൽ നിന്നാണ് വെടിവെച്ചതെന്നാണ് സംശയിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ബാലിസ്റ്റിക് ടെസ്റ്റ് നടത്താനും പിന്നെ ഡീറ്റെയിൽ ആയിട്ടുള്ള പോസ്റ്റ്മോർട്ടം പിന്നെ ബാക്കിയുള്ള എല്ലാ ഇൻവെസ്റ്റിഗേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇതുവഴി കടന്നുപോയ വാഹനങ്ങളുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. അന്വേഷണ സംഘത്തിന് സഹായകമാവുന്ന വിവരങ്ങൾ നൽകുന്നവർക്ക് 25,000 രൂപ പാരിതോഷികം വനംവകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. പട്ടിക വിഭാഗങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പുതിയ സർക്കാർ 506 കോടി രൂപ അനുവദിച്ചതായി മന്ത്രി എ കെ ബാലൻ. അട്ടപ്പാടി പാക്കേജ് നടത്തിപ്പ് സംബന്ധിച്ച അവലോകന യോഗം വെള്ളിയാഴ്ച ചേരും. കരുണ എസ്റ്റേറ്റ് വിഷയത്തിലടക്കം ഭൂമി കയ്യേറ്റക്കാരെ സഹായിക്കുന്ന ഒരു നിലപാടും LDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും മന്ത്രി ബാലൻ വ്യക്തമാക്കി. UDF സർക്കാരിന്റെ കാലത്തുണ്ടായ ഭൂമി കയ്യേറ്റങ്ങളും തിരിമറികളും പരിശോധിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ പരിഗണനയിൽ ഏറെ വിവാദമായ കരുണ എസ്റ്റേറ്റ് വിഷയം അടക്കം വരുമെന്ന് നിയമമന്ത്രി കൂടിയായ എ കെ ബാലൻ പറഞ്ഞു. ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് 46 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ പരിശോധിച്ച് നിയമപരമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എ കെ ബാലൻ പറഞ്ഞു. കാര്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ പരിശോധിക്കും. ഒരു രൂപത്തിലും രാഷ്ട്രീയമായ വൈദ്യ നിര്യാതന ബുദ്ധിയോടുകൂടിയുള്ള ഒരു സമീപനം LDFന്റെ ഭാഗത്തുണ്ടാകും. തെറ്റ് ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അട്ടപ്പാടി പാക്കേജ് നടത്തിപ്പിന്റെ സ്ഥിതി പരിശോധിക്കാനുള്ള യോഗം വെള്ളിയാഴ്ച വിളിച്ചു ചേർക്കുമെന്നും എ കെ ബാലൻ കൂട്ടിച്ചേർത്തു. ഗവൺമെന്റ് പ്രഖ്യാപിച്ച പാക്കേജിന്റെ സ്ഥിതി എന്താണ്, ഇപ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾ എന്താണ്, ഇത് ചർച്ച ചെയ്ത് ശക്തമായ ജന തീരുമാനങ്ങൾ എടുക്കാനാണ്. പട്ടികജാതി വകുപ്പിന് കീഴിൽ പാലക്കാട് ആരംഭിച്ച മെഡിക്കൽ കോളേജിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന നടപടികൾ LDF സർക്കാർ സ്വീകരിക്കില്ല. കോളേജ് ഏത് വകുപ്പിന് കീഴിൽ വരുമെന്ന് ആലോചിച്ചു തീരുമാനിക്കും. കേരളത്തിന്റെ പൈതൃക സമ്പത്ത് സംരക്ഷിച്ചാവും സാംസ്കാരിക ബദൽ നയം രൂപീകരിക്കുകയെന്നും മന്ത്രി എ കെ ബാലൻ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇനി വാർത്തകൾ ചുരുക്കത്തിൽ. BSNL മൊബൈൽ ഫോണിലേക്ക് വരുന്ന കോളുകൾ സൗജന്യമായി BSNL ലാൻഡ് ലൈനിലേക്ക് തിരിച്ചുവിടാൻ സൗകര്യം ഏർപ്പെടുത്തി. വീടിനുള്ളിൽ റേഞ്ച് കുറഞ്ഞു വരികയും വിളി മുറിയുകയും ശബ്ദം വ്യക്തമല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ലാൻഡ് ഫോണിലൂടെ മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കാനാണ് പദ്ധതിയെന്ന് കേന്ദ്ര ടെലികോം മന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. +2 ഏകജാലക പ്രവേശനത്തിനായി അപേക്ഷിക്കേണ്ട അവസാന തീയതി ജൂൺ 4 വരെ നീട്ടി. ഇസ്ലാമിക് സ്റ്റേറ്റിനെ തുരത്താനുള്ള ഓപ്പറേഷന്റെ ഭാഗമായി ഫലൂജയിൽ ശക്തമായ പോരാട്ടം. ഓപ്പറേഷൻ വിജയകരമായി 2ാം ഘട്ടം പൂർത്തിയാക്കിയെന്ന് ഇറാഖ് സേന അറിയിച്ചു.